ശ്രേയസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സും രോഗപ്രതിരോധ ബോധവൽക്കരണ ക്ലാസും നടത്തി. This news is brought to you by പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. വയക്കര ചെമ്പുല്ലാഞ്ഞി ശ്രേയസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അനുമോദന സദസ്സും ഹോമിയോപ്പതിക് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. SLC +2 ഡിഗ്രി തലത്തിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയാണ് അനുമോദിച്ചത്. പെരിങ്ങും വയക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ ലളിത അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. റോഡ് ശുചീകരിക്കുന്ന കാര്യത്തിലും ഞാൻ പറഞ്ഞില്ലേ, ആ പ്രദേശത്തിന്റെ എല്ലാ നാനാവിധമായ വികസനങ്ങളിലും ആ ക്ലബ്ബ് അല്ലെങ്കിൽ ആ സംഘടന പ്രവർത്തനം ഏർപ്പെടുത്തേണ്ടതാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെ ഇന്നിവിടെ ഈ ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ്, അതുപോലെ തന്നെ ഈ അനുമോദന സദസ്സ്, പ്രിയപ്പെട്ട മക്കളോടാണ് പറയാനുള്ളത്. മക്കളെ, നമുക്കറിയാം ഓരോ വിജയവും നിങ്ങളുടെ കഴിവുകൊണ്ട് തന്നെയാണ്. ഈ വിജയത്തിന് പിന്നിൽ നിങ്ങളുടെ അധ്വാനത്തെ ആരും വിലകുറച്ച് കാണില്ല. വെറുതെ നടന്നാലൊന്നും നമുക്ക് പഠിച്ച് ഈ ഉയരത്തിലെത്താൻ കഴിഞ്ഞില്ല. ഒരുപാട് അധ്വാനം ഇതിന്റെ പിറകിലുണ്ടാവും. ഉറക്കമിളഞ്ഞ രാത്രികൾ, അതുപോലെ തന്നെ ഫോണോ അല്ലെങ്കിൽ മറ്റു കളികൾക്കോ പോവാതെ ആ മാർച്ച് ഫെബ്രുവരി മാസത്തിൽ നിങ്ങളുടെ മഹാപ്രയത്നം അതൊന്നും കണ്ടില്ലെന്ന് നടത്തില്ല. അതിലുപരി നിങ്ങളാക്കുന്ന മാതാപിതാക്കൾ, രക്ഷിതാക്കൾ എല്ലാവരും ഇപ്പോൾ ഒരേ സാമ്പത്തിക നിലയുള്ളവരായിരിക്കില്ല. അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്നും നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്വയം ത്യാഗം സഹിക്കുന്ന രക്ഷിതാക്കളുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകര്, പണ്ടത്തെ പോലെയല്ല. പണ്ടത്തെ കാലഘട്ടത്തിലാണ് ഞങ്ങളെല്ലാം പഠിക്കുമ്പോൾ ഈ മുട്ടോളം മണ്ണും അത് ഇപ്പോഴത്തെ ക്ലാസ് റൂം അതിലിരുന്നാൽ മതിയല്ല. ഞങ്ങളുടെ എല്ലാം കാലത്താണെങ്കിൽ എന്നമാണ് സീനിയർ വിദ്യാർത്ഥികൾ അപ്പോൾ നിറമങ്ങിയ വസ്ത്രങ്ങളും അതുപോലെ തന്നെ ചെരുപ്പില്ലാത്ത കാലും ഇതെല്ലാം വെച്ചാണ് പൈനക്കോളി പഠിച്ച പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാവില്ല. അന്നേക ലക്ഷ്യം എന്ന് മാത്രമേ ഉള്ളൂ, ജീവിതത്തിൽ എന്തെങ്കിലും നേടണം, അല്ലാതെ ആലോചിച്ചില്ല. നമ്മുടെ മുമ്പിൽ പഠിത്തം മാത്രമായിരുന്നു. ക്ലബ്ബ് പ്രസിഡന്റ് KV മോഹനൻ ചടങ്ങിൽ അധ്യക്ഷനായി. ഓരോ വർഷവും മെഡിക്കൽ ക്യാമ്പ്, അത് ആയുർവേദം, ഹോമിയോപ്പതിക്, അതുപോലെ തന്നെ അലോപ്പതി, ഇതിൽ ഏതെങ്കിലും ഒരു പരിപാടിയും കൂടി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ നടത്താറുണ്ട്. അതിൻ്റെ തുടർച്ചയെന്ന രീതിയിലാണ് ഇപ്രാവശ്യവും ഒരു ഹോമിയോപ്പതിക് ക്യാമ്പ് ഇവിടെ നടത്തുന്നത്. പോയപ്പോൾ നല്ലൊരു സ്വീകരണം, നല്ലൊരു നേട്ടത്. അതോടനുബന്ധിച്ച് നമുക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ, ഈ ക്യാമ്പ് നടത്താൻ വേണ്ടി ഇവിടെ സഹായ സഹകരണങ്ങൾ ചെയ്ത മെമ്പർ, നമുക്കറിയാം മഴക്കാലത്തിന് മുമ്പേ നമ്മുടെ ചുറ്റുപാടും ശുചീകരിക്കുന്ന ഒരു പ്രവർത്തനം ഏറ്റെടുക്കുകയും പൊതു സ്ഥാപനങ്ങൾ, അത് വായനശാലയായാലും ക്ലബായാലും റോഡ്, ഒരു മഹാരോഗം വരാതിരിക്കാനുള്ള ഒരു ശുചീകരണം നമ്മൾ നടത്തി രോഗത്തിൽ നിന്നും മുക്തിയാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഈ ക്ലബിനെ സ്നേഹിച്ചുകൊണ്ട് ഈ അധ്യക്ഷ സ്ഥാനം സ്വീകരിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ വയക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ ലളിത അവர்களോട് അഭ്യർത്ഥിക്കുന്നു. സെക്രട്ടറി P രജീഷ് സ്വാഗതം പറഞ്ഞു. ക്ലബ്ബ് കഴിഞ്ഞ കുറേ വർഷമായി തുടർച്ചയായി നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ മഴക്കാലവുമായി ബന്ധപ്പെട്ടുള്ള ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും അതുപോലെ ഈ അനുമോദന പരിപാടിയും. ഈ വർഷവും നിങ്ങളുടെ എല്ലാ സഹകരണത്തോടും കൂടി ഇത് നല്ല വിജയമാക്കി തീർക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന നേരത്തെ ഞാൻ യോഗത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യും. ഈ ഡോക്ടർമാർക്കും ശ്രേയസ് ക്ലബിന്റെ പേരിലും പഞ്ചായത്ത് അംഗം CK നാരായണൻ മാസ്റ്റർ ആശംസാ പ്രസംഗം നടത്തി. അനുമോദനം ഏറ്റുവാങ്ങുന്ന കൊച്ചുമക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് ലഹരി മാഫിയ പിടിമുറുക്കുകയാണ്. ഈ ലഹരി മാഫിയ ഇന്നലെ നമ്മുടെ പഞ്ചായത്തിലെ ഒരു വീട്ടിൽ ഒരമ്മയുടെ നിലവിളി കേട്ട് ഞാൻ പോയിരുന്നു. ആ അമ്മയുടെ നിലവിളി, ആ മകൻ പലതരത്തിലുള്ള മയക്കുമരുന്നിന് അടിമയായി വീട്ടിൽ ആക്രമണം നടത്തുന്ന ആ മകന്റെ അവസ്ഥ നേരിട്ട് എനിക്ക് ബോധ്യപ്പെട്ടു. എന്നോട് സംസാരിക്കുമ്പോൾ അയാൾ പറഞ്ഞത്, മുഖത്ത് നോക്കിയല്ല മറ്റൊരു സ്ഥലത്തേക്ക് നോക്കി ചോദ്യങ്ങൾക്ക് വികലമായ ഉത്തരം നൽകുന്ന ആ മകനെ കണ്ടപ്പോൾ എനിക്ക് ആ അമ്മയുടെ പ്രയാസം കൃത്യമായി ബോധ്യപ്പെട്ടു. അവനെ എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. കാരണം ഈ തലമുറ മയക്കുമരുന്നിന് അടിമയായാൽ അത് കുടുംബത്തിന് മാത്രമല്ല സമൂഹത്തിന് ആകെ ബാധ്യതയാകുന്ന ഒരു പ്രവർത്തനത്തിലേക്കാണ് അത് പോകുന്നത്. ഡോക്ടർ K വിജിത രോഗപ്രതിരോധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കുട്ടികൾക്ക് അറിയായിരിക്കുമല്ലോ അല്ലെ കാര്യമായിട്ട് എന്തൊക്കെയാണല്ലോ.
പ്രത്യേകിച്ച് +2 കഴിഞ്ഞ കുട്ടികൾക്ക് സാംക്രമിക രോഗങ്ങൾ അല്ലെങ്കിൽ കണ്ടേജിയസ് ഡിസീസിനെ പറ്റി അവർ ബയോളജിയിലൊക്കെ പഠിക്കുന്നുണ്ടാവും. ആര് +2 കഴിഞ്ഞവരാണ് ഞങ്ങൾ വന്ന് നമ്മുടെ ദേഹത്തിന്റെ ജലാംശമൊക്കെ പോവും. നമ്മൾ കൂടുതൽ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അതൊരു അവസ്ഥയിലാണ്. ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി AJ ജെയ്സൺ നന്ദി പറഞ്ഞു. നാട്ടുകാരും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുക. അതായത് ഏറ്റവും വലിയ അനുമോദനം എന്നത് ജന്മനാട്ടിൽ നിന്നും ലഭിക്കുന്ന അനുമോദനമാണ്. ആ അനുമോദനം ഏറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ട കുട്ടികൾ, ഇന്നത്തെ ഈ ക്യാമ്പ് നയിക്കുന്ന ഏറ്റവും ആദരണീയനായ ഡോക്ടർ പി രാജ്കുട്ടൻ അവർ, നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടുചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.